വർത്തമാന കാലഘട്ടം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ ഖുർആനിലും ഹദീസിലും മാത്രമല്ല, ഇന്നത്തെ ഈ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ സൂര്യവെളിച്ചം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ആവലാധികളും രോഗങ്ങളും സമൂഹത്തിൽ മനസ്സാക്ഷിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളും നമ്മൾ ഓരോരുത്തരും കണ്ടും അറിഞ്ഞും വായിച്ചും ഓരോ ദിനം ഇങ്ങനെ തള്ളി നീക്കുന്നവരാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ മതത്തെ ഞാൻ ആരംഭിച്ചത്, ഞാൻ എങ്ങനെയാണോ പരിശുദ്ധമായ മതത്തിനെ ഇവിടെ തുടങ്ങിയത്, ആ തുടങ്ങുന്ന സാഹചര്യത്തിൽ സമയത്തിൽ എങ്ങനെയായിരുന്നു ആളുകൾ എന്നിലേക്ക് വന്നിരുന്നത് എന്ന് വെച്ചാൽ കുറച്ചു പേര് മാത്രം ഇസ്ലാമിനെ അംഗീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്തിരുന്ന ആ സാഹചര്യത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഇതേ ഒരു സാഹചര്യം അന്ത്യനാളിന്റെ അലാമത്തായി എന്റെ ഉമ്മത്തിൽ കടന്നു വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇലാഹിയായ വഴിയിൽ നിന്ന്, റബ്ബിന്റെ വഴിയിൽ നിന്ന്, രക്ഷിതാവിന്റെ വഴിയിൽ നിന്ന്, സൃഷ്ടാവിന്റെ വഴിയിൽ നിന്ന് സൃഷ്ടിയുടെ വഴികളിലേക്ക്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ശപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ശപിച്ചിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ അവൻ നിങ്ങളുടെ ശത്രുവാണെന്നും പഠിപ്പിച്ചിട്ടുള്ള ആ ഇബ്ലീസിന്റെ വഴികളെ പുൽകിയിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടം, സഹോദരങ്ങളെ, പലതരത്തിലുള്ള അദാബുകളാണ് നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഓരോ പത്രങ്ങളും മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അവനവന്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും നാം ഉൾക്കൊള്ളുന്ന സാമൂഹിക അന്തരീക്ഷങ്ങളിൽ പോലും ഈ പ്രകൃതിയിൽ അല്ലാഹുവിന്റെ അദാബുകൾ കയ്യും കണക്കുമില്ലാതെ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം. ഖുർആനിന് പുറമെ ഹദീസിന് പുറമെ ഭൂമിയും ആകാശവും അവന്റെ മറ്റു പ്രതിഭാസങ്ങളെല്ലാം നമ്മളോട് ശോഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യത്തിൽ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ അടിമകളോട് അവൻ എല്ലാ നിലക്കും കോപിച്ചിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് അവൻ കോപിക്കുന്നത്? ഓരോരുത്തരും അറിയേണ്ട വിഷയമാണ്. ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം അല്ലാഹുവാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അല്ലാഹുവാണ്. ഇങ്ങനെ ഇതിന്റെ അകത്തും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കൽവുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത അത്ഭുതമായ സൃഷ്ടികളുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഓരോ ആളുകളും ഈമാനുള്ള സത്യവിശ്വാസി പറയേണ്ടുന്ന ഒരു വാക്ക്, അത് അല്ലാഹുവാണ്. അവനാണ് അതിന് കഴിവുള്ളവൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൽ ചില നിയമങ്ങളും വ്യവസ്ഥകളും, അല്ലാഹുവിന്റെ പരിപൂർണമായ വ്യവസ്ഥകൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് തന്നെ അതിന്റെ വഴിയിലൂടെ നീങ്ങേണ്ടവരാണ് അവന്റെ അടിമകളായ ഇതര അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അനുഗ്രഹിച്ച വിഭാഗമാകുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനെതിരെ ചെയ്യുന്ന ഏതൊരു വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപത്തിനും കോപത്തിനും പാത്രീഭൂതമാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ പറയണം,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 24 മണിക്കൂറും റുകൂഇലും സുജൂദിലും തഹ്ലീലിലും തസ്ബീഹിലും തഹ്മീദിലുമായിട്ട് കഴിഞ്ഞുകൂടുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മലായികകൾ പോലും അവരുടെ ഇടയിൽ സംഭവിച്ച ചെറിയ ഒരു തെറ്റിന്റെ പേരിൽ ഖിയാമത്ത് നാൾ വരെ ശിക്ഷക്ക് അർഹരായിട്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 2 മലക്കുകളെ ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മനുഷ്യര് മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച ആളുകള്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവോയ്ഡ് ചെയ്ത ആളുകള്, അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിച്ച ആളുകള്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അള്ളാഹുവിന്റെ അദാബും അവന്റെ കോപവും അവരിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങുകയും ചെയ്യും. സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാം, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവം വളരെ വിശാലമായിട്ട് മഹാരഥന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദാക്കിറാണ്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഖൽബിയായ നിലക്ക് ദിക്ർ ചൊല്ലിയ പ്രവാചകനാണ് സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ തന്നെ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആഴ്ചയിൽ 4 ദിവസം അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിന്റെ ചുറ്റുഭാഗവും ഇങ്ങനെ കറങ്ങും, സഞ്ചരിക്കും. ബാക്കിയുള്ള 3 ദിവസം അവർ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും, ദഅവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കും. ഇവിടെയെല്ലാം അള്ളാഹുവായിട്ടുള്ള ഒരു നിലക്കുള്ള ബന്ധം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ പരിപൂർണമായി അള്ളാഹുവിനെ മനസ്സിലേക്ക് സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവായിട്ടുള്ള ഖൽബിയായ ബന്ധം നിലനിർത്തിയ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. അവരുടെ ഇബാദത്തും അവരുടെ താഴ്മയും അവരുടെ ജീവിത രീതിയും അല്ലാഹുവായിട്ടുള്ള ദിക്റിൽ ലയിച്ചുകൊണ്ടുള്ള അവരുടെ ചുറ്റുപാടും കണ്ടപ്പോ മലക്കുൽ മൗത്താകുന്ന അസ്രായീൽ അലൈഹിസ്സലാം പോലും അവരോട് സഹവാസം ആഗ്രഹിച്ചു, അവരോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. അങ്ങനെ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നു. ഒന്ന് ഞാനും നിങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താൻ, ഞാനും നിങ്ങളുമായിട്ട് സ്നേഹത്തിലാകാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുകയും ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെയേറെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഇബാദത്തിന്റെ കാര്യത്തിൽ ആകൃഷ്ടനായ അസ്രായീൽ അലൈഹിസ്സലാം മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമുമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു. 3 ദിവസം കഴിഞ്ഞു. ഇവര് വല്ലാത്ത ഇബാദത്തിലാ. ആ 3 ദിവസം കഴിഞ്ഞപ്പോ അറിഞ്ഞു ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് കൂടെയുള്ളത് മലക്കുൽ മൗത്താണ്, റൂഹിനെ പിടിക്കുന്ന മലക്കാണ്, അസ്രായീലാണ്. ഇത് മനസ്സിലാക്കിയ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നലീലൈക ഹാജ, അതെ എനിക്ക് നിങ്ങളുമായിട്ടൊരു ആവശ്യം പങ്കുവെക്കാനുണ്ട്, നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട് എനിക്ക്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആവശ്യം അറിയണേ. അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം, പറയൂ. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അതേ അന്ത ഖബിള റൂഹി, എൻ്റെ ആത്മാവിനെ ഒന്ന് പിടിക്കണം, എൻ്റെ റൂഹിനെ ഒന്ന് പിടിക്കണം. എനിക്കൊന്നും മരിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എൻ്റെ റൂഹിനെ നിങ്ങൾ പിടിക്കണേ.
ഇത് പറഞ്ഞപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, അള്ളാഹുവിനോട് ചോദിക്കട്ടെ. യജമാനനായ അള്ളാഹുവിനോട് അസ്രായീൽ അലൈഹിസ്സലാം കാര്യം പറഞ്ഞപ്പോ അസ്രായീൽ അലൈഹിസ്സലാമിന് അള്ളാഹു സമ്മതം കൊടുക്കുന്നു. മഹാനായ സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ റൂഹിനെ അവിടുന്ന് പിടിക്കുന്നു. അതേ ഒരൽപ്പ സമയം കഴിഞ്ഞപ്പോ വറദ്ദഹു ഇലൈഹി സാഅ, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റൂഹിനെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിൽ നിക്ഷേപിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് കൊടുത്തപ്പോ ഇദ്രീസ് അലൈഹിസ്സലാമിന് ജീവൻ ലഭിച്ചപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട് മരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, ഒരുപാട് വേദനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് എനിക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അതിന്റെ കാഠിന്യവും അതിന്റെ വേദനയും അതിന്റെ ഭയവിഹ്വലയും മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അറിയുന്നു. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം രണ്ടാമതൊരു ആവശ്യം പറഞ്ഞു, അതേ എനിക്കും മറ്റൊരു ആവശ്യവും കൂടിയുണ്ട്. എന്താ ആവശ്യമെന്നല്ലേ? അന്തർഫഅനി ഇലസ്സമാ, എന്നെ ആകാശത്തിലേക്കൊന്ന് ഉയർത്തണേ, അതിനുള്ള വിദ്യ എനിക്കൊന്ന് പറഞ്ഞു തരണേ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം അതേ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. എന്തിനാ ആകാശത്തിലേക്ക് ഉയർത്തിയത്? ഫഅൻളുറ ഇലൽ ജന്നതി വന്നാർ, സ്വർഗത്തെയും നരകത്തെയും നോക്കാനും കാണാനും വേണ്ടിയാണ്. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നരകത്തിന്റെ ഓരത്തെത്തുന്നു. മലക്കിനോട് പറയുന്നു, വന്നിരിക്കുന്നത് ഇദ്രീസാണ്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ നരകത്തെ കാണിച്ചു കൊടുക്കണേ. ചെറിയൊരു ദ്വാരത്തിലൂടെ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിനെ നരകത്തെ അങ്ങ് പ്രദർശിപ്പിച്ചപ്പോ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം ബോധം കെട്ട് വീഴുന്നു. വളരെ ചെറിയ ദ്വാരത്തിലൂടെയാണ് ഇദ്രീസ് അലൈഹിസ്സലാം നരകത്തിനെ കണ്ടത്. ആ കണ്ടപ്പം തന്നെ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ ബോധം നഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, അവിടെ നിന്ന് ഇദ്രീസ് അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇദ്രീസ് അലൈഹിസ്സലാം അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇദ്രീസ് അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്ന ഉടനെ ഫതഅല്ലഖ ബിശജറ, അവിടെയുള്ള ഒരു മരത്തിനെ അങ്ങ് വല്ലാതെ വാരിപ്പുണർന്നു കെട്ടിപ്പിടിച്ചു. സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം ആ മരത്തിനെ അങ്ങ് വല്ലാണ്ടങ്ങ് പിടിച്ചു. എന്നിട്ട് അതിന്റെ ഭാഗങ്ങളെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, കഴിഞ്ഞില്ലേ, ഇനി നമ്മൾക്ക് പുറത്തു പോകാം. കേൾക്കണേ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ പുറത്തിറങ്ങൂല. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ ഇറങ്ങൂലാന്ന് പറഞ്ഞു. അസ്രായീൽ അലൈഹിസ്സലാം വാശി പിടിച്ചു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്.
എല്ലാം ചുറ്റിക്കറങ്ങിയല്ലോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങണമെന്ന് വാശി പിടിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടുപേരുടെയും തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വേറെ മലക്കിനെ പറഞ്ഞയക്കുകയാ. മലക്ക് വന്നിട്ട് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നു. എന്നിട്ടോ ആ മലക്കുകളോട് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. ഈ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ ആനന്ദകോടി അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പുറത്താക്കുകയില്ല, ഇവരെ പുറത്താക്കപ്പെടുകയില്ല, ഇവർ പുറത്താക്കപ്പെടുകയില്ല, ഇവരാരും പുറത്താക്കുകയില്ല എന്നാണല്ലോ അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. റബ്ബ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. സ്വർഗത്തിനെ പടച്ചവന്റെ കൽപ്പന അതാണല്ലോ. ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരാളും ഇതിൽ നിന്ന് പുറത്തു പോകൂല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നു, ഞാൻ പുറത്തു പോകൂല എന്ന് പറഞ്ഞപ്പോ മധ്യസ്ഥക്ക് പോയ മലായികങ്ങളെപ്പോലും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മലായികങ്ങളെ, ഇദ്രീസിന്റെ ന്യായം ശരിയാ, അതുകൊണ്ട് ഇനി നിങ്ങൾ അവരോട് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സംഭവം നടന്നപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ മലായികങ്ങളുണ്ട്, അവൻ ആരാധനകളിലൂടെ കടന്നു പോകുന്ന മലായികങ്ങളുണ്ട്. ആ മലായികങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു, ഇവരെക്കാളും മുമ്പേ ഞങ്ങളെ പടച്ചിട്ടുണ്ടല്ലോ നീ, ഇവരെക്കാളും മുമ്പേ ഞങ്ങളെ പടച്ചിട്ടുണ്ടല്ലോ നീ, ഞങ്ങൾക്ക് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണല്ലോ ഈ മനുഷ്യരെ നീ പടച്ചത്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, മുമ്പേ പടച്ച ഞങ്ങളെ പോലും സ്വർഗത്തിൽ കടത്താതെ ഞങ്ങൾക്ക് ശേഷം വന്ന ഇവരെ സ്വർഗത്തിൽ കടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അല്ലാഹുവിനോട് മലായികങ്ങളെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടിയാ, മലായികങ്ങളെ, നിങ്ങൾക്ക് തിന്നുന്ന വികാരമില്ല, കുടിയുടെ വികാരമില്ല, നിങ്ങളുടെ ഈ ലോകത്ത് സൗന്ദര്യങ്ങളെന്ന് പറയാനില്ല, നിങ്ങളുടെ ഈ ലോകത്ത് മറ്റുള്ള സുഖാസ്വാദനങ്ങളൊന്നുമില്ല. നിങ്ങളുള്ളത് ഇബാദത്തിലാണ്, റുകൂഇലാണ്, സുജൂദിലാണ്, നിങ്ങളെ തസ്ബീഹിലാണ്, തഹ്മീദിലാണ്, തഹ്ലീലിലാണ്, നിങ്ങൾക്കുള്ള ആസ്വാദനം അതിലാ. എന്നാൽ മനുഷ്യരാകുന്ന ഇവരെ ഞാൻ സൃഷ്ടിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുള്ള ലോകമേതാ? ഒരുപാട് ഹറാമുകൾ നടക്കുന്ന ലോകമാ. അതെ, ഞാൻ പൊറുക്കപ്പെടാത്തതും വെറുക്കുന്നതുമായ പൊരുത്തമില്ലാത്തതുമായ പല പ്രവണതകളുമുള്ള ലോകത്താണ് ഞാൻ എൻ്റെ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന്, അത്തരം ദുഷിച്ച വഴികളിൽ നിന്ന് അവരെല്ലാം മത്സരിച്ചിട്ട് എൻ്റെ വഴിയെ മാത്രം തെരഞ്ഞു പിടിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഇവരെ സ്വർഗത്തിൽ കടത്തിയതെന്ന് മലായികങ്ങളോട് അല്ലാഹു പറഞ്ഞപ്പോ അവിടുന്ന് റബ്ബിനോട് മലായികങ്ങൾ വീണ്ടും പറയാണ്, അല്ലാ, എന്നാൽ ഞങ്ങൾ ആ ലോകത്തേക്ക് നീ കൊണ്ടുപോകണം. അത് ശരിയാവൂലല്ലോ, ഞങ്ങളിവിടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യാം, എന്നാൽ ഞങ്ങൾക്ക് ശേഷം വന്ന ആളുകള് അവരല്ലാഹുവെ നിന്നെ അനുസരിച്ചും ഈമാൻ ഉൾക്കൊണ്ടവരായിട്ട് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പേരിൽ അവരാദ്യം സ്വർഗത്തിൽ കടക്കുമ്പോൾ ശരിയാകൂല. ഞങ്ങളും ആ ലോകത്തേക്ക് പോകട്ടെ, ഞങ്ങളും ഇവരെ പോലെ ഇബാദത്ത് ചെയ്തിട്ട് ഞങ്ങളും സ്വർഗത്തിൽ കടക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലായികങ്ങളെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലായികങ്ങളെ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികങ്ങളോട് പറഞ്ഞു, മലായികങ്ങളെ, നിങ്ങൾക്കത് പ്രയാസമായിരിക്കും.
കാരണം അത്രയും കാഠിന്യമുള്ള ഒരു ലോകമാണത്. തെറ്റുകളും തമ്മാടിത്തരങ്ങളും കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും അതേപോലെ തന്നെ അതിലേക്ക് ചിന്തിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. അവിടെ നിങ്ങൾക്ക് ആത്മീയമായ രൂപത്തിൽ മാത്രം ജീവിക്കുക എന്നുള്ളത് പ്രയാസമാ. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അഭിപ്രായം പറഞ്ഞ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അല്ലാഹുവിനെ അനുസരിച്ചു. സാരമില്ല, പടച്ചവനങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കതിൽ തർക്കിക്കാനില്ല. എന്നാൽ 3 മലക്കുകൾ അതിനെതിരെ ചെയ്തു. കേൾക്കണേ, ഇവിടെയാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത്. ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത മലായികകൾ ഇവിടെ ഇതാ മനുഷ്യരുടെ ലോകത്തേക്ക് വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് വാശി പിടിക്കുകയാണ്. റബ്ബിനോട് 3 മലക്കുകൾ പറഞ്ഞു, പറ്റൂല അല്ലാഹ്, ഞങ്ങൾക്ക് ആ ലോകത്ത് പോയേ പറ്റുള്ളൂ, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചു. ആയിക്കോട്ടെ. ആ പറയുന്ന കൂട്ടത്തിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരുള്ള 2 മലക്കുകളും അതേപോലെ തന്നെ വേറൊരു മലക്കുണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയിൽ ഉണ്ടാവുമല്ലോ, ബിബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് കാണാമല്ലോ. ഖുർആൻ ഓതുന്ന ആളുകൾക്കറിയാമല്ലോ. ഈ 2 മലക്കുകളും അതേപോലെ തന്നെ വേറൊരു മലക്കുമാണ് അല്ലാഹുവിനോട് വാശി പിടിച്ചത്. അവരെ വാശി പിടിച്ചു. അല്ലാഹു പറഞ്ഞു, ആയിക്കോട്ടെ, സമ്മതിക്കുന്നു. അല്ലാഹു പറയുകയാ, 4 കാര്യങ്ങൾ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണേ. ഭൂമിയിലെത്തിയാൽ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ 4 കാര്യങ്ങൾ എൻ്റെ അടുക്കൽ വലിയ ഗൗരവമുള്ളതാ, വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാ, അത് വലിയ പാപങ്ങളാ, അത് വലിയ ദുരന്തങ്ങളാ. അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികകളോട് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടുള്ള ദുനിയാവിലെ വലിയ ദുരന്തം ഏതാണെന്ന് മലായികകളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു. മലായികകളെ, അല്ലാ തഅബുദു സനമാ. ഭൂമിയിലെത്തിയാൽ നിങ്ങളെ ബിംബങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല, നിങ്ങളെ ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല, അവകൾ ആരാധന വസ്തുക്കളാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ 1ാമത്തെ കൽപ്പന അതാണ്. 2ാമത്തെ നിബന്ധന അല്ലാഹു പറയുന്നു, വലാ തസ്ഫഖൂ ദമാ, രക്തച്ചൊരിച്ചിലുണ്ടാക്കല്ലേ. 3ാമത്തെ നിബന്ധന അല്ലാഹു പറയുകയാണ്, വലാ തശ്റബൂ ഖംറാ, നിങ്ങളെ കള്ള് മോന്തരുതേ, നിങ്ങളെ കള്ള് കുടിക്കരുതേ. 4ാമത്തെ നിബന്ധന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിട്ട് അവന്റെ അടിമകളാകുന്ന മനുഷ്യർ ചെയ്തു തീർക്കുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ വാശി പിടിച്ചിട്ട് ഇറങ്ങി വരാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകളോട് പറയുന്നു. 4ാമത്തെ നിബന്ധന ഏതാണെന്നറിയുമോ? വലാ തതഊ മുഹറമാ, നിഷിദ്ധമായ ഒരു സുഖവും നിങ്ങൾ ആസ്വദിക്കരുത്, നിഷിദ്ധമായ ഒരു സുഖവും നിങ്ങൾ ആസ്വദിക്കരുത്. അതിന്റെ വഴിയിലൂട്ട് നിങ്ങൾ നീങ്ങരുത്, ആ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. ഇങ്ങനെ 4 നിബന്ധനകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ ഭൂമിയിലോട്ട് വരുന്നു. ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കും കൂടെയുള്ള മലക്കും ഈ 3 പേരും ഭൂമിയിൽ ഇറങ്ങുന്നു. ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ അതാ അതിസുന്ദരിയായ സുമുഖിയായ സുഹറ എന്ന് പേരുള്ള ഒരു പെണ്ണ്, സുഹറ എന്ന് പേരുള്ള ഒരു പെണ്ണ് മനോഹരമായ രൂപത്തിൽ അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അവർക്ക് കാണാൻ ഇടവന്നു. ആ
ആ പെണ്ണിന്റെ ഭംഗിയിൽ ഈ 3 പേരും അങ്ങ് ലയിക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലൂടെ അങ്ങനെ വരികയാണ്. ഓരോരുത്തരും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വേണ്ടതുപോലെ ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. വിശദീകരണങ്ങൾ കുറച്ചേ നമ്മൾക്ക് നൽകാൻ കഴിയുള്ളൂ. സമയം പരിമിതമാണല്ലോ. ഓരോ ആളുകളും മനസ്സിലാക്കണം. സുഹ്റ എന്ന് പേരുള്ള ഒരു പെണ്ണ് മനോഹരമായ രൂപത്തിൽ അവരെ മുമ്പിൽ പ്രത്യക്ഷമാവുകയാം. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹു ഇവരെ പരീക്ഷിക്കുകയാണ്. അറിയണേ, ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ഇവരങ്ങ് ലയിച്ചു, സൗന്ദര്യത്തിൽ ഇവരങ്ങ് വീണു. ഇവളെ കണ്ടപ്പോ അവളെയൊന്ന് അറിയാനും അവളുമായിട്ടൊന്ന് ലയിക്കാനും അവരാഗ്രഹിച്ചു. അവൾ ഒത്തുകൊണ്ടുള്ള സുഖത്തെ ഇവരാഗ്രഹിച്ചു. അവരഭിപ്രായപ്പെട്ടപ്പോ അതേ 3 മലക്കിൽ നിന്ന് ഒരു മലക്ക് പറഞ്ഞു, ഇത് നമ്മൾക്ക് പറ്റിയ പണിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മൾക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. അതുകൊണ്ട് ഈ പെണ്ണുമായിട്ട് ചേരാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു. അല്ലാ, എന്നെ നീ അങ്ങ് വിളിക്കണേ എന്ന് പറഞ്ഞപ്പോ 3 മലക്കിൽ നിന്നൊരു മലക്ക് അങ്ങോട്ട് പോകുന്നു. 2 മലക്കുകൾ പറയുന്നു, സാരമില്ല, ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് തൗബ ചെയ്യാമല്ലോ, ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് പശ്ചാത്തപിക്കാമല്ലോ. അങ്ങനെ ആ പെണ്ണുമായിട്ടവര് പരിചയപ്പെടുന്നു. ആ പെണ്ണുമായിട്ടവരെ പരിചയപ്പെടുന്നു. ആ പെണ്ണിനോടുള്ള ആഗ്രഹം അവരെ പ്രകടിപ്പിച്ചപ്പോ ആ പെണ്ണതേ അവരോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ കൊന്നാലേ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയുള്ളൂ. ഭർത്താവിനെ കൊന്നാലേ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ ഇന്നലകളിലുള്ള കഥയല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാരഥന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയ സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എവിടെ നിന്നാണ് അല്ലാഹുവിന്റെ കോപം വരുന്നത്? എവിടെ തൊട്ടാണ് അല്ലാഹുവിന്റെ ശാപം വരുന്നത്? ആരിലൊക്കെയാണ് അത് ബാധിക്കുന്നത്? ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് അതുണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതാ. ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണെങ്കിൽ, ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം നടക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലണേ. ഭർത്താവിനെ നിങ്ങളെ കൊല്ലണേ. ചരിത്രത്തിൽ കാണാം, ഇത് പറഞ്ഞതിന് ശേഷമാണ് 3-1 മലക്ക് മടങ്ങിയത് എന്ന് പറയുന്നതായിട്ട് കാണാം. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ, വലാ തസ്ഫകൂ ദമാ, നിങ്ങളുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്, നിങ്ങളുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള ധിക്കാരമാണ്. അതുകൊണ്ട് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് 3-1 മലക്ക് അള്ളാഹുവിലേക്ക് ഉയർന്നു പോയതെന്ന് പറയപ്പെടുന്നു. സഹോദരങ്ങളെ, അങ്ങനെ അതേ ബാക്കിയുള്ള 2 മലക്കുകള് ഹാറൂത്തും മാറൂത്തും ഇവർ 2 പേരും ഇവരുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കാരണം ഇവളുമായിട്ടുള്ള ആ ഒരു സൗന്ദര്യത്തിന്റെ വടിയിൽ എല്ലാം മറന്നുകൊണ്ട് അവരതും ചെയ്തു. അതേ ഭർത്താവിനെ അങ്ങ് കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞപ്പോ വീണ്ടും പെണ്ണ് മറ്റൊരു നിബന്ധന വെച്ചു. ഇനിയും നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല. കാരണം ഒരു ഡിമാൻഡും കൂടിയുണ്ട്. ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു പാനീയമുണ്ട്. ആ പാനീയം നിങ്ങൾ കഴിക്കണം, ആ പാനീയം നിങ്ങൾ കുടിക്കണം. അതെനിക്ക് വല്ലാത്ത ഹരമാണ്. അത് കുടിച്ചാലേ ഞാൻ നിങ്ങൾക്ക് വഴിപ്പെടുകയുള്ളൂ.
ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഈ രണ്ടുപേരും പറഞ്ഞു, ഏതായാലും ഇവളെ നോക്കുകയും ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്തുവല്ലോ, അതും നടത്തിയല്ലോ, ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാം. ഇവൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തു? രണ്ട് മലായികീങ്ങളും അതേ അവൾ പറഞ്ഞതുപോലെ ആ പാനീയം അങ്ങ് കൊണ്ടുവന്നു, കുടിച്ചു. അവര് രണ്ടുപേരും മദ്യപിച്ചു. സഹോദരങ്ങളെ, ഈ മദ്യപാനം കഴിഞ്ഞപ്പോ ആ പെണ്ണവരോട് പറഞ്ഞു, എനിക്ക് വലിയൊരു താല്പര്യം, ഞാൻ എപ്പോഴും ഏത് സമയത്തും സുജൂദ് ചെയ്യുന്നൊരു ബിംബമുണ്ട്, ഞാൻ എപ്പോഴും സുജൂദ് ചെയ്യുന്നൊരു ബിംബമുണ്ട്, ആ ബിംബത്തിന് നിങ്ങളൊന്ന് വണങ്ങണം. കേൾക്കണേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടക്കുന്ന സംഭവമാണിത്. രണ്ട് മലായികകളും അവളെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നു, ബിംബത്തിന് സുജൂദ് ചെയ്യുന്നു. ഈ മൂന്ന് നിബന്ധനയും കഴിഞ്ഞപ്പോ നാലാമതായിട്ടൊരു ആവശ്യവും കൂടി അവൾ മുന്നോട്ട് വെക്കുന്നു. നാലാമത്തെ ആവശ്യമതേ അവൾ ഇവരോട് പറയുകയാ, എനിക്കൊന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോകാനുള്ള വാക്കും അതിന്റെ കലിമയും ഒന്ന് പഠിപ്പിച്ചു തരണം. ആകാശത്തേക്ക് ഉയർന്നു പോകാനുള്ള വാക്കും അതിന്റെ കലിമയും എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം, അതിന്റെ ഭാഷയൊന്ന് പറഞ്ഞു തരണം. മലായികീങ്ങളാണല്ലോ, അവർക്കറിയാമല്ലോ, അവരതും പറഞ്ഞു കൊടുത്തു. ഈ പെണ്ണിനത് പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ആ പെണ്ണ് ആ വാക്ക് ഉച്ചരിച്ചപ്പോ അവളങ്ങ് ആകാശത്തിലേക്ക് ഉയർന്നു. മുസിഖത്ത് നജ്മാ, ആകാശത്തത് നക്ഷത്രമായി മാറുന്നു. ഇന്നും നമ്മൾക്ക് കേൾക്കാൻ കഴിയുമല്ലോ സുഹറ നക്ഷത്രമെന്ന്. സുഹറ നക്ഷത്രമെന്ന് അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആകാശത്തേക്ക് ഉയരുകയും അവിടുന്ന് അത് നക്ഷത്രമായി മാറുകയും ചെയ്തു. മലായികങ്ങൾ രണ്ടുപേരും ആകെ സങ്കടത്തിലായി. ആഗ്രഹിച്ചത് കിട്ടിയില്ല, എന്നാൽ അല്ലാഹു വിലക്കിയിട്ടുള്ള പലതും ചെയ്തുവല്ലോ. നൈമിഷികമായ സുഖത്തിനും താല്പര്യത്തിനും വേണ്ടിയിട്ട് ഉഖ്റവിയായ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതികളായത്. സഹോദരങ്ങളെ, ഇവിടെ ഇതാ ഈ രണ്ട് മലായികങ്ങൾക്കും ബോധം വന്നു, ചെയ്തു പോയത് വലിയ അപരാധമാണ്, വലിയ തെറ്റാണ്, പാതകമാണ്. ഇനി എങ്ങനെ ഞങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുമെന്ന് അവർക്കറിയാതെ കരയാൻ തുടങ്ങി. വല്ലാതെ അവരെ കരഞ്ഞു. അല്ലാഹുവിനോട് നിരന്തരം അവര് പാപമോചനം തേടുന്നു. വല്ലാതെ അങ്ങ് അല്ലാഹുവിലങ്ങ് ഇസ്തിഗ്ഫാറിലായിട്ട് തൗബയിലായിട്ട് മുറിഞ്ഞു വീണപ്പോ അല്ലാഹു പറഞ്ഞു, മലക്കുകളെ, ഞാൻ പറഞ്ഞിട്ടില്ലേ 4 കാര്യങ്ങൾ വലിയ ദുരന്തമാണ്, എൻ്റെ അടുക്കൽ വലിയ ദുരന്തമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരൂല, മാപ്പ് തരൂല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളെ ശിക്ഷ അനുഭവിക്കണം. ഞാൻ പറഞ്ഞതിന് എതിര് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ഇത് നശിക്കുന്നത് വരെ ശിക്ഷ അനുഭവിക്കണം, ദുനിയാവ് അവസാനിക്കുന്നത് വരെ ശിക്ഷ അനുഭവിക്കണം, അല്ല എങ്കിൽ ആഖിറ ലോകത്ത് വെച്ചിട്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം. ഏതാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ 2 മലക്കുകളും പറഞ്ഞു, ഹാറൂത്ത് മാറൂത്ത് പറഞ്ഞു, ഇവിടത്തെ ശിക്ഷ എപ്പോഴും അസ്തമിക്കാമല്ലോ, ഇവിടത്തെ ശിക്ഷ എപ്പോഴും അവസാനിക്കുമല്ലോ, എന്നാൽ ആഖിറ ലോകത്തുള്ള ശിക്ഷ അല്ലാഹുവേ അത് ശാശ്വതമായ ശിക്ഷയാണല്ലോ, അത് എന്നും അനുഭവിക്കേണ്ട ശിക്ഷയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അനുഭവിച്ചോളാം.
സഹോദരങ്ങളെ, സുയൂത്തി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാരത് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നും ഈ രണ്ട് മലക്കുകള് കോലം മറിക്കപ്പെട്ടവരായിട്ട് ബാബിലോണിൽ അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കോലം മറിക്കപ്പെട്ടവരായിട്ട് ഖിയാമത്ത് നാൾ വരെ ഇവരെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനെ 24 മണിക്കൂറും സുജൂദിലും ദിക്റിലുമായിട്ട് കടിഞ്ഞുകൂടിയിരുന്ന മലക്കുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ അവരോട് പോലും കോപിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തിട്ടുള്ളവരാരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ അവൻ വെറുത്തിട്ടുള്ള വഴിയെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. അല്ലാഹുവിന്റെ കോപത്തിന്റെ വഴി ഏതാണെന്ന് നമ്മൾ അറിയണം. അവന്റെ ശാപം വാങ്ങുന്ന വഴി ഏതാ? അത് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട വചനമാ. ഇബ്ലീസിന്റെ വഴിയെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനോ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സൂറത്ത് യാസീൻ നമ്മളോട് പഠിപ്പിക്കുന്നത് തന്നെയാണ്. സഹോദരങ്ങളെ, അല്ലാ തഅബുദുശ് ശൈത്താൻ, നിങ്ങളെ പിശാചിനെ ആരാധിക്കല്ലേ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാ, അവൻ നിങ്ങളുടെ വലിയ ശത്രുവാ. അവനെ എപ്പോഴും നിങ്ങളെ ശത്രുവായി കാണണേ. ഫത്തഖിദൂഹു അദുവ്വാ, അവനെ നിങ്ങളെ മിത്രമാക്കല്ലേ, ശത്രുവായി കാണണേ എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്ലീസിനെ കാണാൻ ഇടവന്നു. ഇബ്ലീസുമായിട്ട് സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജന്മശത്രുവാണല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ കണ്ടുമുട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനൊരു ആഗ്രഹമുണ്ടായി. എന്താഗ്രഹമല്ലേ? ഇവനുമായിട്ട് അധികം ആളുകളും ഇവനുമായിട്ട് ചേരുന്നത്. കാരണം ഇവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ടി പുറത്താക്കിയപ്പോ അവൻ തന്നെ റബ്ബിനോട് പ്രോമിസ് ചെയ്തതാണ്, അല്ലാഹ്, നിന്റെ അടിമകളായ ആളുകളിലേക്ക് ഞാൻ ചെന്നു പോവുകയും അവരെ സമീപിക്കുകയും അവരുടെ വലത്തും ഇടത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലുമായിട്ട് അവരെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുമെന്ന് അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇബ്ലീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയണം ഇവന്റെ പാർട്ടി ആരൊക്കെയാണെന്നറിയണം. ഇവന്റെ കൂട്ടത്തിൽ എന്റെ ഉമ്മത്തീങ്ങൾ ആരൊക്കെയാണെന്നറിയണം. സഹോദരങ്ങളെ, കേൾക്കണേ, നബി തങ്ങൾ ആഗ്രഹമിതാ, ഇവന്റെ വഴിക്ക് എന്റെ ഉമ്മത്ത് നീങ്ങാൻ പാടില്ല, ഇവന്റെ വഴിയിലൂടെ എന്റെ ഉമ്മത്ത് സഞ്ചരിക്കാൻ പാടില്ല, ഇവനെ പിൻപറ്റിയിട്ട് എന്റെ ഉമ്മത്തിന്റെ ജീവിതം നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇബ്ലീസ്, എനിക്ക് നിന്നിൽ നിന്നൊരു കാര്യം അറിയാനുണ്ട്. യാ ഇബ്ലീസ്,
അതേ എനിക്കറിയേണ്ടത് മൻ റുഫഖാഉക മിൻ ഉമ്മത്തി. കേട്ടോളൂ. ഇനിയാണ് നമ്മുടെ ഈ ഇന്നത്തെ സാഹചര്യവും നമ്മുടെ സഹോദരങ്ങളെ, നല്ല നെയ്യത്തോടുകൂടെ നമ്മുടെ കൽബിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് ഇബ്ലീസിനെ അകറ്റി ഈമാനിൻ്റെ ചൈതന്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ നമ്മൾക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഓരോ ആളുകളും നല്ല രീതിയിൽ സംഭാവനകൾ നൽകുക. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. വിഷയത്തിൽ തന്നെ ഞാൻ പോകുന്നത്, സമയം വളരെ കുറവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള നേരമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസിനോട് ചോദിക്കുന്നു, ആരാണ് നിന്റെ കൂട്ടുകാരായിട്ട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് നിന്നോട് ചേരുന്നവരാരൊക്കെയാ? ഓരോ ആളുകളെ ഇബ്ലീസ് എണ്ണി പറയുന്നുണ്ട്. ഇന്ന ആളുകളൊക്കെ കൂട്ടുകാരാണ്, ചങ്ങാതിമാരാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ സമൂഹത്തിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇബ്ലീസുമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആളുകളെ ഇന്നിവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഓരോ ആളുകളും ശ്രദ്ധിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ഒരല്പം എൻ്റെ സഹോദരങ്ങൾ ഒന്നായിരിക്കുന്ന കസേര എടുത്തിട്ടൊന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്നാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം എനിക്ക്. കാരണം നിങ്ങളെ മുഖം ശരിക്കും എനിക്ക് തിരിയുന്നില്ല. ഇനി അങ്ങോട്ട് പറയുന്ന വിഷയം ശരിക്കും അത്രയും എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. ആ ബാക്കിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കുറച്ച് മുമ്പോട്ടൊന്ന് കയറിയുന്നു. സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിയിരുന്നാൽ മതി. ഇങ്ങോട്ട് ബോക്സിൻ്റെ അടുത്തിരിക്കണ്ട. അൽഹംദുലില്ലാഹ്. ഓരോരുത്തർ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന ഓരോ ആളുകളും ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓരോരുത്തരും പഠിച്ചോ. കാരണം നമ്മളൊക്കെ നേതാക്കന്മാരാണ്, നമ്മുടെയൊക്കെ ഓരോരോ ഭരണകർത്താക്കളാകാൻ വേണ്ടി പോകുന്നവരാ. ഓരോരുത്തരും ഇത് പഠിക്കേണ്ട വിഷയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, യാ മൽഊൻ മൻ റുഫഖാഉക മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ കൂട്ടുകാരാരൊക്കെയാണ് അതെനിക്കറിയണം. കാരണം അവരൊരിക്കലും നിന്റെ വഴിയിലൂടെ നടക്കാൻ പാടില്ല. ആ സഞ്ചരിക്കുന്നവരാരാണെന്ന് എൻ്റെ ഉമ്മത്തിന് അറിയിച്ചു കൊടുത്താൽ അത്തരം വ്യതിചലിച്ച വഴിയിൽ നിന്ന് എൻ്റെ ഉമ്മത്ത് ഈമാനിൻ്റെ വഴിയിലേക്ക് കടന്നു വരുമല്ലോ. അതുകൊണ്ട് എനിക്കവരെ സംസ്കാരത്തിൻ്റെ വഴികൾ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന്, നിങ്ങളെ ഉൾക്കൊണ്ട് കഴിയുന്ന ആളുകളിൽ നിന്ന് 10 വിഭാഗം ആളുകൾ എൻ്റെ കൂട്ടരാണ്. 10 വിഭാഗം ആളുകൾ. ഇതൊരു ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. വേറെയും ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തിരഞ്ഞെടുത്തു എന്ന് മാത്രമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. 10 വിഭാഗം ആളുകൾ അവരെന്റെ കൂട്ടുകാരാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോട് ഇബ്ലീസ് പറയുകയാ, അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? അവ്വലുഹും സുൽത്താനുൻ ജായിറുൻ, അക്രമിയായ ഭരണാധികാരി അണികളെയും പ്രജകളെയും അവരെ രാജ്യത്ത് ഉൾക്കൊള്ളുന്നവരെയും ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ആക്രമിക്കുന്ന, അക്രമത്തിന് വിധേയമാക്കുന്ന ഭരണാധികാരി. ഇത് രാജ്യത്തിന്റെ ഭരണാധിപനെ മാത്രം നമ്മൾക്ക് പറഞ്ഞാൽ പോരല്ലോ സഹോദരങ്ങളെ. ഓരോ മനുഷ്യഘട്ടങ്ങളിൽ, ജീവിത മേഖലകളിൽ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഭരണത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ അറിയേണ്ടതാ.
കാരണം ഇന്ന് മക്കളെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാണല്ലോ വളർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ ജീവിതകാലം, അതേ, അവർക്കൊരു ജീവിതം ഉണ്ടാകുന്നത് വരെ അവരുടെ കൈകാര്യകർത്താക്കള്, അവരുടെ ഭരണകർത്താക്കള് മാതാപിതാക്കളാ. എത്രയെത്ര നാടുകളിലാണ്, എത്രയെത്ര സ്ഥലങ്ങളിലാണ് പിഞ്ചോമനകള് ചുട്ടരിക്കപ്പെടുന്നത്, കൊലയ്ക്ക് വിധേയമാകുന്നത് മാതാപിതാക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് കാമുകനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉപ്പാക്ക് വേറൊരു പെണ്ണുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ എത്രയോ പിഞ്ചുകിടാങ്ങളാണ് ഇന്ന് വഴിയോരങ്ങളിലും അതേപോലെ തന്നെ പുഴയോരങ്ങളിലും ഇന്ന് കൊന്നുകൊണ്ടുപോയി കുടിച്ചിടുന്നത്, ഈ വലിച്ചെറിയുന്നത്. ഓരോ ആളുകളും അറിയേണ്ട വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുടുംബ തലത്തിൽ തന്നെ അക്രമികളായ ഭരണകർത്താക്കൾ വരികയാണ്, ഇബ്ലീസിന്റെ ആളുകളായി മാറി. ചിന്തിച്ചു നോക്ക്, ഇന്ന് നമ്മൾ മക്തബ് വായിച്ചില്ലേ, അതിന്റെ ഫ്രണ്ട് പേജ് മൊത്തം എന്താ? നിങ്ങൾ പറഞ്ഞാട്ടെ, എന്താ ഉണ്ടായത്? വായിച്ചിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഇന്ന് ഒരു ഷോപ്പിൽ പോയപ്പോ കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കിയതാ. യാ അല്ലാഹ്, അതിന്റെ ആദ്യത്തെ പേജ് ഫുള്ള് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പറശ്ശിനിക്കടവിൽ വെച്ചിട്ട് പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത, ബലാത്സംഗം ചെയ്ത് വളരെയേറെ നികൃഷ്ടമായ നിഷ്ഠൂരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്തതിൻ്റെ എല്ലാ ചരിത്രവും അതിൽ പറയുന്നിടത്ത് പറയുന്നു. ആദ്യമായിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തത് ഉപ്പയാണ്, പിതാവാണ്. കാലം എവിടെ എത്തി സഹോദരങ്ങളെ? ഇവിടെ വേറൊരു കാര്യമുണ്ടായി. നമ്മളിനി ആരെങ്കിലും അങ്ങനെ മക്കളെ ഉപ്പ ബലാത്സംഗം ചെയ്ത് എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആ ഉപ്പാനെ മാത്രം തെറ്റിദ്ധരിച്ചാൽ പോരാ. ഈടെ ചെറുവത്തൂര് ഒരു സ്ഥലത്ത് ഒരു മനഃശാസ്ത്ര ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഒരു ടീച്ചർ കുട്ടികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് വല്ലാണ്ട് കരയാൻ തുടങ്ങിയത്രേ. എന്നിട്ട് അവളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്. അതിന് സന്തോഷിക്കില്ലേ വേണ്ടത്? അല്ല, ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്നറിയുമ്പോൾ സാർ എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം വരുന്നത് ശാരീരികമായും അതേപോലെ തന്നെ പല തരത്തിലും എന്നെ ഉപ്പ പീഡിപ്പിക്കാറുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ പോകുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവൂല. വൈകാരികപരമായി എന്നോട് ഉപ്പ പല രീതിയിലും പെരുമാറാറുണ്ട്. ഇത് കേട്ട അവരെ കൗൺസിൽ ചെയ്ത, അത് മനസ്സിലാക്കിയ അദ്ദേഹം എന്താ കരുതുക? ഇനി നമ്മളിനെന്താ കരുതുക? അയാൾ വലിയ തമ്മാടിയാണ്. ശരിയാണ്, ഒരു നിലക്ക് നോക്കിയാൽ അയാൾ തമ്മാടിയാണ്. പക്ഷേ ഇയാള് ഈ പെണ്ണിനെ കൗൺസിൽ ചെയ്ത ആള് ഉമ്മയെ വിളിച്ചിട്ട് കൗൺസിൽ ചെയ്തു. ഈ പെണ്ണിങ്ങനെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലവും അടിസ്ഥാനവും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗൺസിൽ ചെയ്തപ്പോൾ ഉമ്മ എങ്ങ സത്യം പറഞ്ഞു, മോള് അയാളുടേതല്ല. മനസ്സിലായിട്ടാ? യഥാർത്ഥത്തിൽ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ബീജത്തിലും അദ്ദേഹത്തിൻ്റെ രക്തത്തിലുമാണ് ആ മക്കൾ പിറന്നത് എങ്കിൽ അങ്ങനെ ഒരു മക്കളോടും വൈകാരികപരമായ നോട്ടവും ചിന്തയും ഉണ്ടാകൂല. അത് അയാൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഉമ്മാനെ സത്യം ചെയ്യിപ്പിച്ചത്. അപ്പോഴാണ് ഇതിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലായത്. കാലം എങ്ങനെയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സാഹചര്യം അതിനൊക്കെ അനുകൂലമാണല്ലോ. അള്ളാഹു നമ്മൾക്ക് ബോധം തരട്ടെ. അപ്പം ക്രൂരമായ ഭരണകർത്താക്കളാണ് ലോകത്ത് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കൈകാര്യകർത്താവാണ് ഭർത്താവ് എന്നുള്ള നമ്മള് അവളെ ചീത്ത പറയുന്നവനാണോ, അവളെ ഉപദ്രവിക്കുന്നവനാണോ? അറിയണേ, അവർ ഇബ്ലീസിന്റെ ആളുകളാ. അപ്പൊ എൻ്റെ നിസ്കാരോ എൻ്റെ നോമ്പോ കാര്യമില്ല.
കാരണം മനസ്സിനെ മറ്റൊരു നിലക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്യുന്ന അമലുകളിൽ സ്വീകാര്യമായത് ഏതാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സ്വഭാവമാണ് മനുഷ്യന്റെ ഈമാൻ. സ്വഭാവമാണ് മനുഷ്യന്റെ ഈമാൻ. നിസ്കാരം കൊണ്ടൊന്നും ഒരാളെ ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഒരാൾ വലിയ തലയെക്കെട്ട് കെട്ടി വലിയ താടി വെച്ച് വെച്ചിട്ട് അയാൾ വലിയ ഈമാനുള്ള ആളാന്ന് പറയാൻ പറ്റൂല. സ്വഭാവം എങ്ങനെയാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സ്വഭാവം നോക്കിയിട്ടാണ് ഈമാൻ അളക്കേണ്ടത്. അയാളുടെ പെരുമാറ്റവും ജീവിത രീതിയും എങ്ങനെയാണ്, ആളുകളുമായിട്ടുള്ള സമീപനം എങ്ങനെയാണ്, കുടുംബത്തിനോടുള്ള സമീപനം എങ്ങനെയാണ്, അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെയാണ്, ഓരോരോ ഘട്ടങ്ങളിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെല്ലാം അയാളുടെ സ്വഭാവവും സംസ്കാരവും എങ്ങനെയാണ്, അതിലൂടെയാണ് അയാളുടെ ഈമാനെ നമ്മൾ കളന്നു നോക്കാൻ കഴിയുക. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന ഒരു സമയമുണ്ട്, അതിനോളം ഇബ്ലീസിന് മറ്റൊരു സമയത്തും സന്തോഷമില്ല. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന ഒരു സമയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്ലീസ് വട്ടമേശ സമ്മേളനം വിളിക്കും. ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ പ്രത്യേക ദിവസവും ഒരു സംഗമം, ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ജമാഅത്ത് നടക്കും. എന്നിട്ട് അതിൽ മുതിർന്ന ആൾ അധ്യക്ഷം വഹിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, എവിടെയാ പോയത്, എങ്ങനെയാ പോയത്, എന്തൊക്കെയാണ് നടന്നത്. ഓരോരുത്തരും ഇങ്ങനെ പറയും. ഞാൻ രാത്രി ഒരു ചങ്ങായിൻ്റെ അടുത്ത് പോയി, ഓനിങ്ങനെ പുരൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഓനെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങാടിയിൽ നിർത്തി പാതിരാ നേരം വരെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും ക്ലബിലൊക്കെ ആയിട്ട് ഓനെ കഴിച്ചു കൂട്ടി. എന്നിട്ട് 1-2 മണിയാകുമ്പോൾ ഓനെ കൊണ്ടുപോയിട്ട് ഞാൻ കിടത്തി ഉറക്കി. സുബഹി നിസ്കരിച്ചിട്ടില്ല. ഒരാളങ്ങനെ പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു, രാത്രി പോയിട്ട് ഉറങ്ങിയതാണ്, രാവിലെ ആകുമ്പോൾ സുബഹിൻ്റെ നേരത്തിന് മുമ്പായിട്ട് ഞാൻ ഓൻ്റെ അടുത്ത് മെല്ലെ ചെന്ന് പുതപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഓൻ്റെ ചെവിയിൽ ഞാൻ അങ്ങ് മൂത്രമൊഴിച്ചു കൊടുത്തു. അറിയാണ്ട് ഓനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എണീച്ചത് 7 മണിക്ക് 8 മണിക്കൊക്കെയാണ്. എങ്ങനെ സ്ഥിരമാണ് പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ചില ആളുകൾ ഇങ്ങനെ ഒരുത്തനെ 2 പേരെയും ഞാൻ എന്ത് ചെയ്തു, തമ്മിലടിപ്പിച്ചു, ചീത്ത വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇബ്ലീസിന്റെ നേതാവ് പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പം അതിൽ നിന്നൊരു എല്ലൻ, അങ്ങനെ പറയാൻ പറ്റുമോ, നീർക്കോലി. ഇവൻ എണീച്ചെന്നിട്ട് പറഞ്ഞത്രേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? വളരെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ കല്യാണം കഴിഞ്ഞ ദമ്പതിമാര് അതേ എന്തെന്നില്ലാത്ത സ്നേഹത്തിലാ, അവര് വല്ലാത്ത അടുപ്പത്തിലാ, ഭയങ്കരം പ്രണയത്തിലാണ് അവര്. എന്ത് ചെയ്തോ, ഞാനൊരു ദിവസം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി, എന്നിട്ട് ചെറിയ ഒരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ അങ്ങ് ഉണ്ടാക്കാനുള്ള ഒരു പണിയങ്ങ് ഞാൻ എടുത്തു. ഇപ്പൊ ദിവസങ്ങളോളമായി ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഇബ്ലീസ് കൈയടിച്ചു, അവനെ ആശ്ലേഷിച്ചു, അവനെ അനുമോദിച്ചു, അവന് വേണ്ടുന്ന സമ്മാനങ്ങൾ വരെ കൊടുക്കാൻ തയ്യാറാകുന്ന രൂപത്തില്. സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ കല്യാണം കഴിഞ്ഞ ഏതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണോ ഏതൊക്കെ രാത്രിയിലും ഏതൊക്കെ പകലിലും തമ്മിലകന്നു പോകുന്നത്, തെറ്റിക്കിടക്കുന്നത്, പിണങ്ങിക്കടിയുന്നത്, അവരുടെ പണക്കത്തിന്റെ പേരിൽ മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. പറഞ്ഞു വന്നത്, ഭർത്താക്കന്മാരാകുന്ന നമ്മുടെ കൈകളിൽ ഭാര്യമാരുടെ ഈമാനും അവരുടെ സംസ്കാരവും നമ്മുടെ കയ്യിലുണ്ടാകണം. അവരെങ്ങനെ ജീവിക്കണം, അവരേത് രൂപത്തിലായി കഴിയണം, അവരെങ്ങനെ വസ്ത്രം ധരിക്കണം, അവരെന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഓരോന്നിനും നമ്മുടേതായ തീരുമാനങ്ങളുണ്ട്. അത് ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മളോട് പറഞ്ഞതോ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ തന്നെ അവരോട് നിങ്ങൾ പെരുമാറണേ.
നല്ല നിലയിൽ തന്നെ നിങ്ങൾ അവരോട് പെരുമാറണേ. അപ്പൊ ഒരു ഭരണകർത്താവാകുന്ന നമ്മൾ ഭാര്യയെ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇബ്ലീസിന്റെ കൂട്ടുകാരാ. ഇനിയോ ഉമ്മ എന്നുള്ള പെണ്ണ്, അഥവാ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണ്, നമ്മുടെ സഹധർമ്മിണിയായി കൂടെ വന്ന പെണ്ണ്, ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചില്ലേ, ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് പെണ്ണ്. അപ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ വേണ്ടതുപോലെ സംസ്കാര സമ്പന്നതയോടുകൂടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട പെണ്ണ് എവിടെയെങ്കിലും വഴിതെറ്റുന്നുണ്ടെങ്കിൽ അവൾ ഇബ്ലീസിൻ്റെ ആൾ. അതിലെന്തെങ്കിലും ചതി കാണിക്കുന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും അപാകതകൾ അവൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ലോകത്ത് ചേർന്നൊരു ചരിത്രം. ഒരു ദിവസം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ. അപ്പോൾ ഈ ഇബ്ലീസ് ഉണ്ട് ഒരു കഴുതപ്പുറത്ത് വലിയ ഭാണ്ഡവുമായിട്ട് കുറച്ച് സാധനങ്ങളായിട്ട് ഇങ്ങനെ വരിക. ഇത് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചത്രേ, അല്ല ചങ്ങായി, ഇതെടുത്തൊക്കെ പോകുന്ന ഈ സാധനമെല്ലാമായിട്ട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്രേ, ഇതിൽ 5 കാര്യങ്ങളുണ്ട്. ഈ 5 ഭാണ്ഡവും 5 പേർക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് 5 ആൾക്ക് ഞാൻ കൊടുക്കുകയാണ്. ഈ കഴുതപ്പുറത്ത് 5 സാധനങ്ങളുണ്ട്. ഈ 5 സാധനങ്ങൾ ഞാൻ 5 പേർക്ക് കൊടുക്കുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചു, ഈ 5 കാര്യങ്ങൾ എന്താണ്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഇബ്ലീസ് അവിടെന്ന് പറഞ്ഞു, അമ്മാ ഹദുഹുമാ ഫൽ ജൗർ, അക്രമം. ഒരു ഭാണ്ഡതാണ് അക്രമം. ഇതാർക്കാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്നറിയോ? ഖാല, ഇബ്ലീസ് പറയാണ്, സലാത്തീൻ, ഇത് ഭരണകർത്താക്കളുടെ മേലിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അവർക്ക് ഞാനത് കൊടുക്കും. അവരത് അയച്ചു വെച്ചിട്ട് അതിൻ്റെ രൂപത്തിൽ അത് വേണ്ടുന്ന അക്രമങ്ങളൊക്കെ നാട്ടിലും അതേപോലെ തന്നെ മഹലിലും സമൂഹത്തിലൊക്കെ ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാണ്ഡത്തെ കുറിച്ച് പറയാണ്, ഫമസാനി, രണ്ടാമത്തത് എന്താണ്? കഴുതപ്പുറത്തുള്ളത് അൽ കിബ്റു, അഹങ്കാരമാണ്. അഹങ്കാരം. അതേ, ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാണത് വാങ്ങുന്നവരാരാണെന്നറിയുമോ? അദ്ദാഖീൻ, ധനികന്മാരാണ് അതിനെ വാങ്ങുന്നത്. ഞാൻ അവർക്ക് അഹങ്കാരത്തെ കൊടുക്കും, അവർക്കതിനെ കൊടുക്കും. ഇല്ലേ? നല്ലൊരു ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ടൊരു 1.5 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ നാട്ടിൽ വയല് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ വരാൻ നേരം ഉണ്ടാവില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനവും മാനമൊക്കെ, എന്തെങ്കിലും അധികാരവും മോഹമൊക്കെ അവർ മോഹിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എവിടെയും വരാൻ തയ്യാറാണ്. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ വേറൊരു വഴി ഇബ്ലീസ് പറയുന്നുണ്ട്, ഞാനതിലേക്ക് കുറച്ച് കടന്നു വരും. അപ്പൊ അഹങ്കാരം കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? അത് ധനികന്മാരിലേക്കാണ് നൽകിയിട്ടുള്ളത്. ഫമസാലിസു, മൂന്നാമത്തെ ഭാണ്ഡം എന്താണ്? അത് അൽ ഹസദു, അസൂയയാണ്. അസൂയ, അസൂയ. യാ അല്ലാഹ്, അതാർക്കാ കൊടുത്തത്? ഖാലൽ ഉലമാ, അത് പണ്ഡിതന്മാർക്കാണ് ഞാൻ നൽകുന്നതെന്ന് പറഞ്ഞു ഇബ്ലീസ്. തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അത് പറയേണ്ട ആവശ്യമില്ല. 10 ആളെ കിട്ടുമ്പോൾ എനിക്കൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റും. ബാക്കി പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? 10 ആളെ കിട്ടുമ്പോൾ ഞാനൊരു പാർട്ടിക്കാരനാവും. എൻ്റെ പിന്നിൽ ഒരു 5 ആളുണ്ടെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്നുള്ള രൂപത്തിലാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഈ പറയപ്പെടുന്ന വഴികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ.
എന്നും എവിടെയും എപ്പോഴും സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്നലകളിൽ നമ്മുടെ മഹല്ലുകളിൽ സേവനം ചെയ്തിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ കേൾക്കുമ്പോ ഈ വിനീതം വന്നിട്ട് 3 വർഷത്തിലേക്ക് അടുത്തു വരുമ്പോ അൽഹംദുലില്ലാഹ് എൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായിട്ട് 3 നക്ഷത്രങ്ങൾ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. എൻ്റെ 3 സഹപാഠികൾ അവർ ഇന്ന് എനിക്ക് എവിടെയും ഏത് കാര്യത്തിനും എൻ്റെ ഏത് വിഷയത്തിലും എന്നോടൊപ്പമാണ്. അൽഹംദുലില്ലാഹ് എന്ത് വിഷയത്തിലും ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇന്ന് ഈ പരിപാടിയുടെ ഏത് വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എനിക്കത് ഞാനത് ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ആലോചനകളിലൂടെ അൽഹംദുലില്ലാഹ് അതിൻ്റെ എല്ലാ നിലയിലുള്ള ഔന്നിത്യം അതുകൊണ്ടുള്ള ഉയർച്ച ഇവിടുന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് അവരവരുടെ മനസ്സുകളെ മനസ്സിലാക്കിയിട്ട് പരസ്പരം ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയതിനിടയിൽ ഇതുവരെ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഇടയിൽ അകൽച്ചകളില്ല, ഞങ്ങളുടെ ഇടയിൽ വ്യത്യാസങ്ങളില്ല, ഞങ്ങളുടെ ഇടയിൽ അപാകതകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ വ്യത്യാസങ്ങളോ ഇല്ല. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെയേറെ വിഷമത്തോടെ ഞാൻ പറയട്ടെ, ചിലപ്പോ ഖത്തീബ് ഉസ്താദ് പള്ളിയിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഭക്ഷണത്തിന് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ള സംശയം പാടില്ല. ഉമ്മമാരെ, പാടില്ല പെങ്ങന്മാരെ, ഞാനായാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായാലും ഇനി ഇവിടെ ഉള്ളതൊരു അമുസ്ലിം ആയാലും നിങ്ങൾ കൊടുത്താൽ കൂലി തരുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഒരുപോലെയാണ്. അവിടെ ഖത്തീബാണെന്ന് നോക്കിയല്ല, മുഅദ്ദിനാണെന്ന് നോക്കിയല്ല, മുഅല്ലിമാണെന്ന് നോക്കിയല്ല, നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതാര് തന്നെയായാലും ആരുടെ വിശപ്പാണോ നിങ്ങൾ മാറ്റിക്കൊടുത്തത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഒരുപോലെയാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ ഒരു അകൽച്ചകൾ ഉണ്ടായിട്ടില്ല. എന്നും ഇതുപോലെ തന്നെ കഴിയാ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. സഹോദരങ്ങളെ, മഹാരഥന്മാര് വീണ്ടും നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അസദിനെ അസൂയ എന്നതിനെ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇബ്ലീസ്. അസൂയ, മറ്റുള്ളവരെ പണം കാണുമ്പോൾ, വീട് കാണുമ്പോൾ, വണ്ടി കാണുമ്പോൾ, സമ്പത്ത് കാണുമ്പോൾ അതിലിങ്ങനെ ഓൻ്റെത് നശിക്കണം, ഓൻ്റെത് നശിക്കണം. വേറെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. 4ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അറാബിയോ 4ാമത്തെ, ഫമറാബിയോ 4ാമത്തത് എന്താണ്? ഭാണ്ഡം എന്താണ്? ആർക്കുള്ളതാണ്? അൽ ഖിയാന, അത് വഞ്ചനയാ. അതിനെ ആരാണ് വാങ്ങുന്നത്? ആർക്കാത് നൽകുന്നത്? ഖാല, ഇബ്ലീസ് പറഞ്ഞു, തുജ്ജാർ, അത് വാങ്ങുന്നത് നൽകുന്നത് കച്ചവടക്കാർക്കാണ്. ഇബ്ലീസ് പറയാണ്, വഞ്ചന എന്നതിനെ ഞാൻ അവർ കൊടുത്തു, അവരൊക്കെ ഞാൻ കൊടുത്തു. വരാം ഇൻഷാ അല്ലാഹ്, ഞാൻ വരാം. 5ാമത്തെ ആളെ പറഞ്ഞു, 5ാമത്തെ ഭാണ്ഡവും പറഞ്ഞു. അതേ, അൽ കൈസ്, അത് ചതിയാണ്. ചതി അതാരാ വാങ്ങുന്നത്? ആർക്കാ അത് കൊടുത്തത്? ഖാല, ഇബ്ലീസ് പറഞ്ഞു, അന്നിസാ, അത് പെണ്ണിനാണെന്ന് പറഞ്ഞു. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അത് പെണ്ണുങ്ങൾക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ അഹങ്കാരത്തിനെ കുറിച്ചും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നതിനെ കുറിച്ചും പറയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം ഇൻഷാ അല്ലാഹ് കടന്നു വരും. എന്നാൽ ഇവിടെ ഈ 5 കാര്യങ്ങൾ 5 പേർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് 5ഉം പ്രകടമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഓർത്താൽ മതി. ഞാൻ അധികം പറയുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർ അവരവരുടെ ജീവിതം വെച്ച് നോക്കി, അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ കുടുംബക്കാരുടെ നിങ്ങളുമായിട്ട് പിന്നെ പലതരത്തിൽ ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് നിങ്ങളൊന്ന് ആ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. സഹോദരങ്ങളെ, ഇബ്ലീസ് പറയുന്നു, മുഹമ്മദേ, അതിൽ 1ാമത്തെ വിഭാഗം സുൽത്താനുൻ ജായിറുൻ, അക്രമിയായ ഭരണാധികാരിയാണ്. ഇനിയോ
ഒരു മഹല്ലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പരിശുദ്ധമായ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന അവിടെ അവർക്ക് ആരാധനാലയങ്ങളുണ്ട്, അവർക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന് ഭരണകർത്താക്കൾ ആവശ്യമാണ്, അനിവാര്യമാണ്. അവരില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം ഒരു മഹല്ലത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ വരുന്ന ആളുകള്, അവിടെ ഭരിക്കുന്ന ആളുകള്, അവിടെയുള്ള ഭരണകർത്താക്കള്, അവിടെയുള്ള മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികള് അവരെ ജാഹിരീങ്ങളാണോ അക്രമകാരികളാണോ? പരിശുദ്ധ റസൂലിനോട് പറയുന്നു അവരെന്റെ കൂട്ടുകാരാ. എങ്ങനെ ആക്രമിക്കാം? വടിയും വാളെടുത്ത് ആക്രമിച്ച മഹല്ലുണ്ട്, പള്ളിയുടെ ഉള്ളിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ മഹല്ലുണ്ട്. ഞാൻ ഓർത്തുപോകുന്നുണ്ട്, പത്രത്തിൽ വന്ന കാസർഗോഡ് ജില്ലയിലുള്ള മഹല്ല് സ്ഥാനത്തിന്റെ പേരില് അല്ലേ, സ്ഥാനത്തിന്റെ പേരില് അക്രമം അഴിച്ചു വിട്ടവരുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു വിഷയം, ആരായിരിക്കണം മഹല്ല് ഭരിക്കേണ്ടവർ? എങ്ങനെയുള്ളവരാണത് ഏറ്റെടുക്കേണ്ടത്? ആർക്കൊക്കെയാണ് അതിന്റെ അധികാരമുള്ളത്? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നിങ്ങളൊരിക്കലും അധികാരത്തെ ചോദിച്ചു വാങ്ങല്ലേ. അത് വാങ്ങിയാൽ അത് നിങ്ങൾക്ക് വിനയാകുമേ, അത് നിങ്ങൾക്ക് ഇടങ്ങേറാകുമേ, അതിന്റെ പേരിൽ നിങ്ങളെ തലവേദനിക്കുമേ, അതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരുമേ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ കൂട്ടരെ, നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ, നമ്മളൊക്കെ അറിയുന്ന മഹല്ലുകളിൽ ഭരണകർത്താക്കളായി മുന്നോട്ട് വരുന്ന ആളുകളിൽ നിന്ന് നേതൃത്വം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതിന്റെ സ്ഥാനത്തെത്തിയതിനു ശേഷം അതിന്റെ പേരിൽ ഇന്ന് തലവേദന അനുഭവിക്കുന്നവരില്ലേ? ചിന്തിച്ചു നോക്കണേ. ഓരോ ആളുകളും ഇത് ഗൗരവത്തോടെടുക്കേണ്ട വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടെയെല്ലാം നമ്മൾക്ക് മാതൃകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധിപന് എവിടെയെല്ലാം ഒരു നല്ല രൂപത്തിൽ സ്നേഹത്തിന്റെ വഴിയിൽ, സംസ്കാരത്തിന്റെ വഴിയിൽ, അഴിമതിയില്ലാതെ, അക്രമമില്ലാതെ, അടിഞ്ഞാട്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണോ? സഹോദരങ്ങളെ, സുനാമിയുടെ ഫണ്ട് മുക്കാതെ, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രളയത്തിന്റെ ഫണ്ടുകൾ മുക്കാതെ എങ്ങനെയാണ് തന്നെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ തന്റെ രാജ്യത്ത്, തന്റെ സംസ്ഥാനത്ത് കഴിയുന്ന ജനങ്ങൾ എങ്ങനെയാണ് ഉത്ബുദ്ധരായ രൂപത്തിൽ, നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സ്നേഹത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് അവരുടെ കണ്ണികളെ ചേർക്കേണ്ടത്? പഠിപ്പിച്ചു തരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറിയുമോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് സേവനം ചെയ്തു. ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ആ കസേരയിൽ മാത്രം പോയിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കഴിയുമ്പോൾ എണീച്ചിട്ട് പോവുക. ഇത് മാത്രമല്ല ചെയ്തത്. എന്താണ് ഭരണകർത്താവ് ചെയ്യേണ്ടത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഓർക്കുന്നുണ്ടോ? ഒന്ന് രണ്ട് വിഷയം കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. ഇത് പറയാതെ പോയാൽ നമ്മുടെ ഈ വിഷയത്തിനോട് ഞാൻ അക്രമം കാണിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് രാത്രിയിൽ ഇങ്ങനെ നടക്കാൻ. അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് കുട്ടികളെ കരച്ചിൽ കേട്ടു. ചെറിയ കുട്ടികളിങ്ങനെ വല്ലാതെ കരയുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അകത്തു പോയിട്ട് നോക്ക്. ത്വൽഹ റളിയല്ലാഹു അൻഹു അകത്തു പോയി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഉമ്മ ഈ മക്കളൊക്കെ കരയുന്നത്? അവർ പറഞ്ഞു, ഭക്ഷണമില്ല എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ. അവർക്ക് കൊടുക്കാൻ വേണ്ടുന്ന ഭക്ഷണമില്ല. ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. നിങ്ങൾക്ക് ഭരണാധിപനെ അറിയിച്ചുകൂടെ?
അന്നേരം ഈ ഉമ്മ പറഞ്ഞത്ര എന്ത് ഭരണാധിപൻ, എന്ത് ഭരണാധിപൻ, ആരായി ഭരണാധിപൻ, ആരായി ഭരണാധിപർ? വോട്ട് കിട്ടുന്നത് വരെ എന്തൊക്കെ ഓഫറാ തരിക? വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ടൗണിലല്ലാണ്ട് പിന്നെ വീട്ടിൽ കാണൂല, ആണോ? ഇല്ല, വോട്ട് കിട്ടുന്നതിന് മുമ്പ് എല്ലാ വീട്ടിലേക്കും വരും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തരുന്നും പറഞ്ഞിട്ട് ഓരോ വീട്ടിലും കിച്ചൺ വരെ കയറാനും യാ അല്ലാഹ് സെൽഫി എടുക്കാൻ വരെ തയ്യാറാ. ഇപ്പൊ കണ്ടില്ലേ, ഈ അടുത്ത് ഒരു ഹൈന്ദവയായ ഒരു സഹോദരന്റെ കൂടെ കൈപിടിച്ചിട്ടും അതേപോലെ തന്നെ ചേർന്ന് നിന്നിട്ടൊക്കെ മുസ്ലിം സഹോദരിമാര് പർദ്ദ ധരിച്ചിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണെന്ന് തന്നെ തോന്നുന്നു സെൽഫി എടുത്ത ഫോട്ടോസുകളൊക്കെ നമ്മളെ കണ്ടു. യാ അല്ലാഹ്, സമൂഹത്തിന്റെ പോക്കെങ്ങോട്ടാണ്? അറിയേണ്ട വിഷയമല്ലേ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ദീന മറന്ന് കളിക്കുന്ന ആളുകളാ. അള്ളാഹു നമ്മുടെ സമുദായത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ഈ പെണ്ണ് പറഞ്ഞു, അതെ, ഞങ്ങളുടെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കാനാണില്ല. യതവല്ല ഉമൂറനാ വയഗ്ഫിലു അന്നാ. കാര്യം നടക്കുന്നത് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറയും. എന്നിട്ടോ അവർക്കുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തു നിന്നത് കേൾക്കുക സഹിച്ചില്ല, മനസ്സ് പൊട്ടി. ത്വൽഹ റളിയല്ലാഹു അൻഹു ഞാൻ കൂട്ടിപ്പോയി. ഖജനാവെന്ന് വേണ്ടുന്ന ഗോതമ്പും അതിന് വേണ്ടുന്ന എണ്ണയൊക്കെ എടുത്തിട്ട് ഒരു വലിയ ഭാണ്ഡമാക്കിയിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, ഇതൊന്നും എൻ്റെ ചുമരത്ത് വെച്ചതാ, ഇതൊന്നും എൻ്റെ ചുമരത്ത് വെച്ചതാ. ഇത് കേട്ടപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ ഭരണാധികാരിയാ, അതുകൊണ്ട് നിങ്ങളത് ചുമക്കല്ല. ഞാനതെടുത്തോളാം, എൻ്റെ ചുമരത്ത് ഞാൻ വെച്ചിട്ട് നടന്നോളാം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം അവിടെ നിന്ന് ചോദിച്ചു. ഓരോ ഭരണാധിപന്മാരും മനസ്സിലാക്കേണ്ട ചോദ്യം അത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ത്വൽഹ, ഇവിടെ നിൻ്റെ ഭാണ്ഡം നിങ്ങൾക്ക് ചുമക്കാൻ കഴിയും. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് ഞാൻ ചെയ്ത തെറ്റുകളെ ഭാണ്ഡമാക്കി വെക്കുമ്പോൾ ആ ഭാണ്ഡത്തെ നിങ്ങളുടെ ചുമലത്ത് നിങ്ങൾ എടുത്തു വെക്കുമെന്ന് ചോദിച്ചു. മറുപടിയില്ല. അതുകൊണ്ട് പറ്റൂല മോനെ ത്വൽഹ, എടുത്തു വെക്കൻ്റെ ചുമലത്ത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചുമരത്തങ്ങെടുത്ത് വെച്ച് നടന്നു. വീട്ടിൽ ചെന്നു, ഭക്ഷണമുണ്ടാക്കി കൊടുത്തു, അവരെ ആശ്വസിപ്പിച്ചു. സഹോദരങ്ങളെ, ഓരോ ആളുകളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അതേ ലോകത്തെ മാതൃകാപരമായ സഹായം എത്തിച്ചു കൊടുത്ത ഒരു ഭരണാധിപൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവരെ പോലെയുള്ള ഭരണാധിപന്മാരെ ലോകത്ത് വേറെ കാണാനില്ല. സഹോദരങ്ങൾ, അതുകൊണ്ടല്ല ഗാന്ധിജി പറഞ്ഞത്, അറിയണം ഉമറിനെ, പഠിക്കണം ഉമറിനെ, അറിയണം ഉമറിന്റെ ഭരണത്തെ, അതിൻ്റെ വഴിയിലൂടെ കടന്നു പോകണം ഏതൊരു ഭരണാധിപനും. എന്നാൽ ലോകത്തെവിടെയും ശാന്തമായൊരു രീതി ഉണ്ടാകും, ശാന്തതയുണ്ടാകും, നല്ല സ്നേഹത്തിൻ്റെ വഴിയിലായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഇന്നോ എത്ര ആളുകൾക്ക് എന്തൊക്കെ ഓഫറാണ് നമ്മുടെ ഭരണകർത്താക്കൾ തരുന്നത്, എന്നിട്ട് എന്തൊക്കെ കിട്ടി. ആ ഒരു സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ, നോട്ട് മാറുന്നൊരു വിഷയം വന്നപ്പോൾ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും എത്രയോ പൈസ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ കാത്തു നിന്നു, അല്ലേ? ഈ അടുത്ത കാലത്ത് വരെ ചില ആളുകൾക്ക് അതിൻ്റെ പരാതി വരെ ഉണ്ടായിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, അക്കൗണ്ടിൽ നിന്ന് പോകുന്നു എന്നല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തികത തകർത്തു, അല്ലേ? നമ്മുടെ ഇടയിൽ ഛിദ്രതകളുണ്ടാക്കി, ഭിന്നതകളായി, സ്പർദ്ധകളായി, ഇവിടെ കലാപകലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഭരണാധിപന്മാർ ഓരോ നയങ്ങളും തീരുമാനങ്ങളുമായിട്ട് വരികയാണ്. അതിനെല്ലാം ഇസ്ലാമിന്റെ നേരെ കരിവാരി തേൽക്കുന്ന രൂപത്തില് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ശരീഅത്തിന്റെ നിയമങ്ങളെ പോലും മാറ്റിമറിക്കാൻ അവർ സന്നദ്ധത കാണിച്ചു കൊള്ളുകയാണ്, വെമ്പൽ കൊള്ളുകയാണ് അവർ. ആലോചിക്കേണ്ട വിഷയമല്ലേ? നമ്മള് എവിടെ സമാധാനമുള്ളത്?
എവിടെ സമാധാനമുള്ളത്? സഹോദരങ്ങളെ, ഇവിടെയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ രാത്രി സമയത്ത് ഇങ്ങനെ നടന്നു പോകാറുണ്ട്. ഒരു വീട്ടിലേക്ക് ഇങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നത് കാണുന്നു. അത്ഭുതപ്പെട്ട് പാതിരാ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് എന്തിനു വരുന്നു, എന്ത് ആവശ്യത്തിന് വേണ്ടി വരുന്നു എന്ന് അറിയാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വലിയ ആഗ്രഹം വന്നു, താല്പര്യം വന്നു. കാരണം അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല, അരാജകത്വം സൃഷ്ടിക്കുകയില്ല, അള്ളാഹു വെറുക്കുന്നതൊന്നും ഉമറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് പാതിരാ നേരത്തെ കടന്നു വരുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയണം. അതാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. സുബഹി നേരമായപ്പോ രാത്രി സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോയ വീട്ടിലേക്ക് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. വീട്ടുമുറ്റത്തെത്തിയിട്ട് വിളിച്ചു, ആ വീട്ടുകാരെ വിളിച്ചു. ആരും അവിടുന്ന് വിളി കേൾക്കുന്നില്ല. 3-4 വട്ടം വിളിച്ചു. 3-4 വട്ടം വിളിച്ചപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു നേരിയ ഒരു മുഴക്കം കേട്ടു. അകത്തേക്ക് കയറി വരാൻ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിനകത്തേക്ക് കയറുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിനകത്തേക്ക് കയറിയപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിടയുന്ന രംഗമാ അവിടെ കാണുന്നത്. ഇത് മഹാരഥന്മാര് കാവ്യശകലങ്ങളായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട വിഷയം ഇത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് 2-3 വിഷയം കൂടി പറഞ്ഞു നിർത്താനുണ്ട്. കാവ്യശകലങ്ങളായിട്ട് മഹാരഥന്മാര് നമ്മളോട് പറഞ്ഞു തന്നു. പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവിരോഗമിലുണ്ടതിൽ. പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവിരോഗമിലുണ്ടതിൽ. നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്, അതിനുത്തരം എനിക്കെൻ്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും. കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാൻ ഉതകുന്നതാ. പൊതിയെന്നടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ഇത് കേട്ട് ത്വൽഹ തന്നതാ കരയുന്നേ. അറിവുണ്ടോ ഏയുമ്മ അതാരാണെന്ന്? ഖിസ്റ ഭരിക്കും കൈസറും വിറക്കുന്നതാ. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കും ഇമാമവരല്ലോ. ആവില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും, കഴിയില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് എന്തിനെ കയറി ചെന്നു? അതാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയേണ്ടത്.
ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിനകത്ത് കയറി ചെന്നിട്ട് ചോദിച്ചു, അതേ ആ കിടക്കുന്ന ഉമ്മാന്റെ രംഗമാണ് നമ്മളോട് മഹാരഥന്മാര് പഠിപ്പിച്ചു തന്നത്. പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ. പനനാരിനെ കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയ കട്ടിലില് ഒരു കിളവിയായ ഒരുമ്മ അവിടെ കിടക്കുകയാ. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ. ആരാ നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളത്? ആരാ നിങ്ങളിവിടെ പരിചരിക്കാനുള്ളത്? അതാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഈ കിടന്ന കിടത്തത്തിലാണല്ലോ, കോലം കണ്ട് സങ്കടപ്പെടുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പരിചരിക്കാൻ ആരാ ഉള്ളത്? സേവനം ചെയ്യാൻ ആരാ ഉള്ളത്? ഉത്തരം രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും. ഉമ്മ ഉടനെ പറയാണ്, അതിനുള്ള മറുപടിയായിട്ട് പറയുന്നു, ആരാണ് എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? അതേ, ഈ രോഗത്തിലായി കിടക്കുന്ന സമയത്ത് ഈ രാത്രിയിൽ ഓരോ രാത്രിയിൽ ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വരും. അയാൾ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? അഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. അതേ മോനെ, രാത്രി സമയത്തെൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ കിടന്ന കിടത്തത്തിൽ തന്നെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമല്ലോ, അതൊരു ചട്ടിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതേ, വന്നിട്ട് രാത്രി അതിനെ എടുത്തു വൃത്തിയാക്കുന്നു, കൊണ്ടുപോയി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് യഥാസ്ഥാനത്ത് അതിനെ ശുദ്ധീകരിച്ച് പിന്നെയും അതേ അവിടെ തന്നെ വെക്കുന്നു. മാത്രമല്ല, ആ ഉമ്മയോട് പറയുന്ന വാക്കോ, ദോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീക്കുവാൻ ഉതകുന്നതാ. ആ വാർദ്ധക്യ ദശയിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം തോലുവായി ശ്വസിച്ച് കിടക്കുന്ന ഉമ്മാനെ ആശ്വസിപ്പിക്കുകയാണ് വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു. പാതിരാ നേരമാ, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാ. റബീഉൽ അവ്വലിന്റെ പരിപാടി മഹല്ലത്തിൽ 3 ദിവസം നടക്കുമ്പോ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂർ പോലെ ഉറക്കൊഴിക്കാൻ കഴിയാത്ത ടീമല്ലേ നമ്മൾ. 2-3 മണിക്കൂർ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് ഇവിടെ മക്കള് പരിപാടികൾ അവതരിപ്പിക്കുമ്പോ ഒരുപാട് അവരുടെ പ്രസംഗങ്ങളും അവരുടെ പാട്ടുകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഇരുന്നു കൊടുക്കാൻ നേരമില്ലാത്ത ഖൗമാ. സമൂഹത്തിന്റെ മുന്നിൽ ഇതാ ഒരു ഭരണാധിപൻ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു തരുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പാതിരാ നേരത്ത് ഉറക്കമില്ല. നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ഉമ്മാനെ ആശ്വസിപ്പിക്കുന്നു. ഉമ്മാന്റെ വിഷമങ്ങളൊക്കെ തീരുന്നു. മാത്രമല്ല, കയ്യിൽ ചില സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. പുതിയൊന്നടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യിൽ പൊതിയുമായിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ പൊതി അടിച്ചിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണോ ഉമ്മമാര് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ ഈ രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മാന്റെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. മോനെ, എല്ലാം ചെയ്തിട്ട് അയാൾ മടങ്ങുന്നു.
ഇത് കേട്ടപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്നിട്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, അറിവുണ്ടോ ഏയുമ്മാതാരാണെന്ന്? കിസ്റ ഭരിക്കും കൈസറും വിറക്കുന്നതാ. മിസ്റുൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. മിസ്റുൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 8ഓളം രാജ്യം ഭരിച്ചിരുന്ന മഹാനാണല്ലോ. എവിടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ ആരും വിറച്ചു പോകും, ആരും ധരിച്ചു പോകും. അങ്ങനെയുള്ള ഈമാനിക ധൈര്യമുള്ള, അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് അവിടുത്തെ ഹൃദയവും അവിടുത്തെ നാവും പ്രകാശിച്ചിട്ടുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളുടെ ജീവന് പോലും ചെയ്ത തെറ്റിന്റെ പേരിൽ ബലിയർപ്പിക്കപ്പെടേണ്ട തരത്തിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചിട്ടുണ്ട്. അവിടെയും അല്ലാഹനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത്. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചത് അല്ലാഹുവിനെയാ. ലോകത്ത് ഇതുപോലെ അല്ലാഹുവിനെ ഭയപ്പെട്ട മറ്റൊരാളെ കാണിച്ചു തരാൻ കഴിയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്നും നമ്മൾക്ക് അങ്ങനെയാണല്ലോ കൂട്ടരെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ രോമാഞ്ചമാകും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ഖൽബ് പൊട്ടിപ്പോകും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അവിടുത്തെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് പോലും സ്വഹാബത്ത് കരഞ്ഞു പോയില്ലേ? ശരീരത്തിൽ വലിയ വലിയ പാടുകൾ കാണുന്നു. സ്വഹാബത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഉമറിന്റെ ശരീരത്തിൽ എവിടെയാ പാട്, എങ്ങനെയാ പാട് വന്നത്? അതെ അന്വേഷിച്ച പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നതെല്ലാം എഴുതി വെക്കാറുണ്ട്, കുറിച്ചു വെക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കാറുണ്ട്. എന്നിട്ട് അതിലെന്തെങ്കിലും വീഴ്ചകൾ കണ്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുമായിരുന്നു, സ്വന്തം ശരീരത്തെ അടിച്ചൊതുക്കുമായിരുന്നു. ഇതിന്റെ പാട് കണ്ടിട്ട് ജനാസ കുളിപ്പിച്ച സ്വഹാബത്ത് പോലും അവിടെ നിന്ന് കരഞ്ഞു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കും ഇമാമവരല്ലോ. ആവില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും, കഴിയില്ലടോ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും. സഹോദരങ്ങളെ, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയുകയാ, ഉമ്മ വന്നിട്ടതൊക്കെ ചെയ്തതാരാ? രാജ്യം ഭരിക്കുന്ന ഭരണാധിപനാ. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. ലോകത്ത് ഇതുവരെ അങ്ങനെ ഒരു മോന് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. ഈ ലോകത്ത് ഇതുവരെ എന്നല്ല ഖിയാമത്ത് നാൾ വരെ ഇവരെ പോലെയുള്ളൊരു ഭരണം കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയുകയുമില്ല. അതിന് മാത്രം മാതൃകാപരമാ, തുല്യതയില്ലാത്ത ഭരണാധിപനാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണം എന്റെ കൂട്ടരെ, ആരാ ഉമർ എന്ന് കേട്ടാൽ എല്ലാവരും വിറച്ചു പോകും. അങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ മദീനത്തെ പള്ളിയിൽ അവിടെ നിന്ന് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മിമ്പറിലേക്ക് കയറി. സ്വഹാബത്ത് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് സ്വഹാബത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞില്ലേ, വസ്മഊ അത്വൂ, നിങ്ങൾ ശ്രവിക്കണേ,
നിങ്ങൾ ശ്രവിക്കണേ, നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ വഴിപ്പെടണേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞപ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ സമഅ വലാ ലാ സമഅ വലാ കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഉമറേ, വഴിപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല ഉമറേ. ആരോടാ പറയുന്നത്? ഭരണാധിപനായ നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോടാ. ഉമർ തങ്ങൾ എവിടെയാണ്? ഖുത്ബയിലാണ്. ആ ഖുത്ബയുടെ മിമ്പറിൽ ചവിട്ടി നിന്നുകൊണ്ട് അതേ സ്വഹാബത്തെ, ജനങ്ങളെ നിങ്ങൾ അനുസരിക്കണേ, നിങ്ങൾ അനുസരിക്കണേ, നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമറേ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല. ഇത് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലിമാ, എന്തിന്റെ പേരിലാ, എന്തുകൊണ്ടാ നിങ്ങൾ കേൾക്കാത്തത്, എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ അനുസരിക്കാത്തത്? പറയണം സൽമാനുൽ ഫാരിസ് തങ്ങളെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, അതേ, നമ്മൾക്കൊരു സ്ഥലത്ത് നിന്ന് ഗനീമത്ത് മുതലായിട്ട്, യുദ്ധാർജിത മുതലായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പുതപ്പിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ ഓഹരി വെച്ചതാണല്ലോ, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തതാണല്ലോ. എനിക്കും നിങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അത് നൽകിയത്. പക്ഷേ നിങ്ങൾ ധരിച്ചിട്ടുള്ള പുതപ്പിന് നീളം കാണുന്നുണ്ടല്ലോ ഉമറേ, നിങ്ങളെ പുതച്ചിട്ടുള്ള പുതപ്പിന്, നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന് നീളം കാണുന്നുണ്ടല്ലോ ഉമർ. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയണം. അത് അനീതിയല്ലേ, അത് അനീതിയല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾക്കെല്ലാം ഒരുപോലെ വീതിച്ചിട്ട് നിങ്ങൾ മാത്രം എന്തിനാണ് നീളമുള്ള പുതപ്പെടുത്തത് എന്ന് ഞങ്ങൾക്കറിയണം. നീളമുള്ള വസ്ത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നറിയണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദ്യം ചെയ്യാൻ ഒരു പള്ളിയിൽ വെച്ച് ജമാഅത്ത് ഭരിക്കുന്ന ആളുകളെയോ കമ്മിറ്റി ഭാരവാഹികളെ എന്തെങ്കിലും വിഷയത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തവിടെ നടക്കുക? പറ നിങ്ങൾ പറ കൂട്ടരെ. എല്ലാ മഹലിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തവിടെ നടക്കുക? ഇന്ന് ചീത്ത വരെ വിളിക്കുന്നില്ല ജനറൽ ബോഡിയിൽ. ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷവും കൂടുമ്പോൾ ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ അതിന് വരവ് ചെലവ് കണക്കുകൾ വേണ്ടതുപോലെ അത് അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ, ജനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാകല്ലേ, ചീത്ത വിളിക്കല്ലേ, അടിപിടിയല്ലേ? അല്ലാഹു നമ്മുടെ സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച, നിങ്ങൾ ആള് നീളം കൂടുതലാണ്, എന്നാൽ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ധരിച്ചിട്ടുള്ള വസ്ത്രം ഇതിന് മാത്രം നീളമുണ്ടാകാൻ പാടില്ല. ഇതെങ്ങനെയാണ് നീളം വന്നതെന്ന് ഞങ്ങൾക്കറിയണം ഉമറേ. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു